ഹായ് വെൽക്കം ടു സിജോസ് ടൈനി പാനറ്റ്. കഴിഞ്ഞ 2 വീഡിയോസും US റിലേറ്റഡ് ആയിരുന്നു. ഇപ്പം ഞാൻ US-ലെത്തിയ ശേഷം അനുഭവിച്ച കുറച്ച് രസകരമായ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഈ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ചിലതൊക്കെ, പക്ഷേ ഞാനും ഇത് കുറച്ചൊക്കെ അറിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്നിട്ടും അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ മൈൽസിൻ്റെ കാര്യം പറയാം. ഇവിടെ ഫുള്ളും കിലോമീറ്റർ എല്ലാം മൈൽസാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൈൽസ് ശരിക്കും ഒരു 1.6 കിലോമീറ്റേഴ്സാണ്. 1.6 സംതിങ് ഉണ്ട്. അത്രയ്ക്ക് കിലോമീറ്റേഴ്സാണ് മൈൽസ്. ഇപ്പോൾ നമ്മൾ ഊബറിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണിക്കുന്ന 25 മൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് 25 കിലോമീറ്റേഴ്സ് വരും. പക്ഷേ എന്നാലും അത് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ പിന്നെ യൂസ്ഡ് ആവും. മൈൽസിനെ പറ്റി പറഞ്ഞു വരുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു കാര്യം ഫാക്ടർ മനസ്സിലാവുന്നത്. മൈലേജ് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ. മൈലേജ് എത്ര ഉണ്ട് വണ്ടിക്ക് മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 20 കിട്ടും, ഹൈവേയിൽ 20 കിട്ടും എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ മൈലേജും നാട്ടിലെ മൈലേജും രണ്ടാണ്. ഇവിടെ മൈലേജിന് ഉദ്ദേശിക്കുന്നത് എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. അതായത് 53,000 മൈൽസ് ഓടിയിട്ടുണ്ട്. നമ്മുടെ അവിടെ നാട്ടിൽ പറയില്ലേ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ 53,000 മൈൽസ് ഓടിയ വണ്ടി എന്ന് പറയുന്നത് അതാണ് ഇവിടെ മൈലേജ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വണ്ടി നോക്കാതെ ഇരുന്നപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിടി കിട്ടിയത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മൈലേജ് 53,000. അപ്പോഴാണ് നമുക്ക് ക്ലിക്കായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മൈലേജ് എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണെന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് രസകരമായിട്ട് തോന്നാറ്. ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുമ്പോൾ ഇതിൽ 34 എന്ന് കാണിക്കും വണ്ടിയുടെ. അപ്പോൾ നമ്മൾ വിചാരിക്കും 34 മൈൽസ് കിട്ടുന്ന വണ്ടിയോ എന്നൊക്കെ വിചാരിക്കും. 34 മൈൽസ് എന്ന് പറയുമ്പോൾ അത് കിലോമീറ്റേഴ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 50 അടുത്ത് വരുന്നുണ്ട്. 50 കിലോമീറ്റർ ഓടുന്ന വണ്ടിയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോഴാണ് വേറൊരു പുലിവാലി വരുന്നത്. ഇവിടെ നമ്മുടെ പെട്രോള് ഗാലനിലാണ് കിട്ടുക. ഗാലൻ എന്ന് പറയുന്നത് 3.7 സംതിങ് ആണ്, ലിറ്റേഴ്സാണ് ഒരു ഗാലൻ. അപ്പോൾ ഇവിടുത്തെ മൈലേജ്, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മൈൽസ് പെർ ഗാലനാണ്. അതായത് 34 എന്ന് പറയുന്നത് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ നിങ്ങൾ ഗാലൻ കൂടി ചെയ്യണം. ഗാലൻ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 13-14 കിട്ടുന്ന വണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്ക് കാൽക്കുലേഷൻസും മൈൽസ് പെർ ഗാലനാണ് ഇവിടുത്തെ ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് നമ്മുടെ നാട്ടിലെ മൈലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോകുകയെന്നൊക്കെ പറയും. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകണം. ചിലരൊക്കെ ഇംഗ്ലീഷ് മൂവീസിൽ കണ്ടവർക്ക് കത്തിയിട്ടുണ്ടാവും. ഇവിടെ ഗ്യാസോലിൻ അടിക്കുക എന്ന് പറയാം. ഗ്യാസോലിൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്രീമിയം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പല ഗ്യാസോലിൻ ഉണ്ട്. ഗ്യാസോലിൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 3.1 ആണ് ഇപ്പോഴത്തെ റേറ്റ് ഡോളേഴ്സ് എന്ന് പറയും. 3.1 എന്ന് പറയുന്നത് ഗാലനാണ്, നോട്ട് ദിസ് പോയിൻറ്റ്. ഗാലനാണ് 3.1. ഓക്കെ, ഗ്യാസോലിൻ അടിക്കുക ആണ് നമ്മൾ ചെയ്യുക വണ്ടിയിൽ. അപ്പോൾ അതിന് ഗ്യാസ് സ്റ്റേഷനാണ് പൊതുവെ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഗ്യാസ് സ്റ്റേഷനിൽ പോകണം, പെട്രോൾ പമ്പിൽ പോകണ പകരം ഗ്യാസ് സ്റ്റേഷനിൽ പോകുന്നു എന്ന് പറയും. അപ്പോൾ അതും ഒരു രസകരമായ ഒരു കാര്യമാണ്. ഗ്യാസ് സ്റ്റേഷൻസ് രാത്രി ഓപ്പണായി കിടക്കുന്നതാണ്, നമുക്ക് അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ മേടിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റേഷൻ എന്താണ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിക്കുമ്പോൾ കുറേ തുടക്കത്തിൽ ഭയങ്കര മെൻ്റൽ ബ്ലോക്ക് വരും. എന്ത് ചെയ്യുന്നതെന്നൊരു ചിന്ത വന്നു പോകും. അതൊരു രസകരമായ ഒരു കാര്യമായിട്ടേക്ക് തോന്നാറുണ്ടായിരുന്നു. വണ്ടിയിൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഊബറിലൊക്കെ ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അപ്പുറത്തിരിക്കും. റൈറ്റ് സൈഡിലിരിക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെങ്ങോട്ടാണ് പോകണേ വണ്ടി, ഇതൊക്കെ രീതിയിലൊക്കെ തോന്നി പോകും. അപ്പോൾ അതൊരു അനുഭവമാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അടുത്തൊരു രസകരമായ കാര്യമാണ് നമ്മുടെ സെൽഷ്യസ് ഫാരൻഹീറ്റ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയും 72 ഇടണം റൂം ടെമ്പറേച്ചർ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 100 വരെ എത്തി. ഇങ്ങനെ ആ ടേമാണ് അവർ യൂസ് ചെയ്യുള്ളൂ. ഫാരൻഹീറ്റ് ടേംസാണ് യൂസ് ചെയ്യുള്ളൂ ഫുള്ള്. അപ്പോൾ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ, സെൽഷ്യസിന് ഇൻറ്റു 1.8 പ്ലസ് 32 ചെയ്യണം. അപ്പോൾ അത് ഒരു ഡയറക്റ്റ് കൺവേർഷൻ നമുക്ക് ഇവിടെ കിട്ടില്ല. നമ്മുടെ ഗാലനിലെ പോലെ 3.7 ഇൻറ്റു ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ഇൻറ്റു ആദ്യം 1.8 ചെയ്യണം, പ്ലസ് 32 ചെയ്യണം, എന്നാലും ഫാരൻഹീറ്റ് വാല്യൂ കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിക്കുക ഫാരൻഹീറ്റ് ആയിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ 42 പറയുമ്പോൾ ഏകദേശം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ പറയുന്നത് 42 പറയും. അപ്പോൾ ഫാരൻഹീറ്റിൻ്റെ കേസ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ
റൂം ടെമ്പറേച്ചറിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ റൂമിൻ്റെ ഒരു ടൂറ് ചെയ്യുന്നുണ്ട് എൻ്റെ വീടിൻ്റെ. അപ്പോൾ ഞാൻ ഈ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോ വരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കിയ സംഭവമാണ് നമ്മുടെ ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ നാട്ടിൽ എഴുതുന്നത് എപ്പോഴും ഇത് അറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മളിവിടെ എത്തുമ്പം എല്ലാം തെറ്റിക്കും, ഉറപ്പാണ്. നമ്മൾ ശീലിച്ച കാര്യമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം മാസം, പിന്നെ ഡേ, പിന്നെ ഇയറാണ് എഴുതുക ഡേറ്റ് ഫോർമാറ്റിൽ. പക്ഷെ നമ്മുടെ നാട്ടിലെങ്ങനെയാണ് ഡേ, മന്ത്, ഇയർ അല്ലേ? അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഫോം ഫിൽ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഡേറ്റ് ചെയ്താൽ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തെറ്റിച്ച് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ജാനുവരിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോൾ ജാനുവരി 5-ാം തീയതി വിചാരിക്കുക, നമ്മൾ നാട്ടിൽ എഴുതുന്നതായിരിക്കും 5/1/2024 എഴുതും. പക്ഷേ ഇവിടെ എഴുതുന്ന രീതി 1/5/2024 എന്ന് എഴുതണം. അത് ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ഇപ്പോൾ ഡേറ്റ് നമ്മൾ ഫോണിൽ ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എടുത്തപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഡേറ്റ് ഫോർമാറ്റിൽ നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ 4/2/1984 എന്നൊക്കെ പറഞ്ഞതിന്. പക്ഷെ ഇവിടെ പറയുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷനായിട്ട് ഞാൻ പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞു February 4th 1984 കറക്റ്റായിട്ട് അങ്ങനത്തെ രീതിയിൽ തന്നെ പറഞ്ഞു. അതിന് അവരുടെ ഫോർമാറ്റിൽ നമുക്ക് പറയാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ എപ്പോഴും ബെറ്റർ ഇവിടെ വരുമ്പോൾ കറക്റ്റ് മന്ത് പറഞ്ഞ് ഡേറ്റ് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻറ്റ്. അപ്പോഴാണ് ഈ ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ബില്ലുകൾ, ഇൻ്റർനെറ്റിൻ്റെ ബില്ലൊക്കെ നിങ്ങൾ മെയിൽ ചെയ്യില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും, ഇൻ്റർനെറ്റ് ബില്ലൊക്കെ നിങ്ങൾ മെയിൽ ചെയ്യില്ലേ എന്ന് പറയും. നമ്മുടെ നാട്ടിലെപ്പോഴും മെയിൽ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇമെയിൽ തന്നെയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല, പോസ്റ്റലാണ് ഉദ്ദേശിക്കുന്നത് മെയിലിന്. നമ്മൾ ഇമെയിൽ ആണെങ്കിൽ കൃത്യമായിട്ട് ഇമെയിൽ തന്നെ പറയണം. എൻ്റെ അനുഭവമാണ്. അവർ മെയിൽ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ശരി നിങ്ങൾക്ക് മെയിലായിട്ട് വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ യെസ് വി നീഡ് ആസ് എ മെയിൽ എന്ന് പറയുമ്പോൾ അവർ പിന്നെ പോസ്റ്റിൽ അയക്കും. ഞങ്ങളിങ്ങനെ ഇമെയിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്തും ബില്ല് വരാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത് ഞങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ, നാളെ എത്തുമായിരിക്കും നിങ്ങളുടെ അവിടേക്ക് എന്ന് പറയും. അതായത് പോസ്റ്റൽ വഴിയെ സാധനം അയച്ചിട്ടുണ്ടാവുക ബില്ല്. ഇവിടെ പോസ്റ്റൽ ഭയങ്കര സുലഭമാണ്. നിങ്ങളുടെ പോസ്റ്റ് ബോക്സ് നന്നായിട്ട് നിറയും. ഈ ആഡ്സും എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് എപ്പോഴും പോസ്റ്റൽ ബോക്സ് എപ്പോഴും നിറയും. പിന്നെ ഇവിടുത്തെ കൊറിയറിൻ്റെ കാര്യം രസകരമായിട്ട് എനിക്ക് തോന്നി. അതിപ്പോൾ സിൻസിനാറ്റിയുടെ മാത്രമായിരിക്കും. ഇവിടെ അധികം പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ഓൺലൈൻ ഓർഡർ ചെയ്യണമെങ്കിൽ അവർ വീണ്ടും ഫ്രണ്ടിൽ വെച്ചിട്ട് ഒറ്റ പോക്കായിരിക്കും. അത് നമ്മൾ കോളിംഗ് ബില്ലടിച്ച് നമ്മുടെ നോട്ടിഫിക്കേഷനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് പോവുക, ആ പരിപാടി ഇല്ല. ഞങ്ങൾ മൊബൈൽ മേടിച്ചു. ഇവിടെ വന്നപ്പോൾ ഫോൺ കംപ്ലൈൻ്റ് അല്ല, നമ്മുടെ നാട്ടിലെ ഫോൺ വർക്ക് ചെയ്തില്ല. അപ്പോൾ മൊബൈൽ ഓർഡർ ചെയ്തു. പിന്നെ ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വീണ്ടും അതൊക്കെ വെച്ചിട്ട് ഒറ്റ പോക്കാം. നമ്മൾ ഡെലിവേർഡ് എന്ന് പറഞ്ഞ മെയിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എവിടെ ഡെലിവറി ആയി പിന്നെ നമ്മൾ ഡോർ നോക്കുമ്പോഴേക്കും ഫ്രണ്ടിലിരിക്കുന്നത്. ഈവൺ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെക്ക് അടക്കം അവർ വെച്ചിട്ട് പോയി. എൻ്റെ വണ്ടിക്ക് $16,000 ആയിരുന്നു. അതിന് ചെക്ക് ബാങ്ക് അയച്ചിരുന്ന സാധനം ആ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. എനിക്ക് തോന്നുന്നു ബാക്കി സ്റ്റേറ്റിൽ അങ്ങനെ പ്രശ്നമുണ്ടോ, ഇവിടെ അത്രയ്ക്ക് ക്രൈം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചിട്ട് പോകാൻ ധൈര്യം കാണിക്കുന്നത്. ബാക്കി സ്ഥലത്ത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് സിൻസിനാറ്റി മേസൺ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ അനുഭവമാണ്. പിന്നെ ഞങ്ങളുടെ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വീട്. അപ്പോൾ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഡോറുള്ളത്. അപ്പോൾ എപ്പോഴും താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് നോക്കണം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ രസകരമായൊരു അനുഭവം എനിക്കുണ്ടായത്. നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് മേളത്തെ ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ്. എനിക്ക് രസകരമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പീഡിയാട്രിഷ്യനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം അപ്പോയിൻമെൻറ്റിലെ കാര്യങ്ങൾ. അത് വേറൊരു കാര്യം, നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയില്ലെങ്കിൽ ആളെ കാണാൻ കിട്ടില്ല. വാക്കിനുണ്ടെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എല്ലാ കാര്യത്തിലും കേട്ടോ. ബാങ്കിലായാലും എന്ത് കാര്യത്തിലും. സബ്ജക്റ്റിലേക്ക് വിട്ടുപോയി. ഞാൻ പീഡിയാട്രിഷ്യനെ ബുക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ്, നിങ്ങൾ അവിടുത്തെ കൗണ്ടറിൽ വന്ന് സംസാരിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ രീതിയിൽ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് കയറി മേളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ കാണാൻ. അപ്പോൾ അവർ താഴെയാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നോക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പണായി ലിഫ്റ്റിൽ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് 1, 2 അങ്ങനെയാണ് ലിഫ്റ്റിൽ എഴുതിയാണ്. അപ്പോൾ അതായത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല, ഫസ്റ്റ് ഫ്ലോറുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. ഇനി അടുത്ത രസകരമായ കാര്യം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴാണ്. ഇവിടെ കിലോഗ്രാമോ അല്ല, ഗ്രാംസിലല്ല കൊടുക്കണേ, ഇവിടെ പൗണ്ട്സിലാണ് കൊടുക്കണം. പൗണ്ടിൻ്റെ ഷോർട്ട് ഫോം LB. അതെന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. അതിന് വേറെ ഏതെങ്കിലും കാരണം ഉണ്ടോയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തപ്പി പോയിട്ടില്ല. ഒരു LB എന്ന് പറയുന്നത് 460 ചില്ലാൻ ഗ്രാംസാണ്. അതായത് 2 LB എന്ന് പറയുന്നത് ഏകദേശം
2.2 LB വരും 1 കിലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇറച്ചി മീനൊക്കെ മേടിക്കാൻ പോകുമ്പോൾ എല്ലാം അങ്ങനത്തെ രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. 2 LB ബീഫ്, 2 LB നമ്മുടെ സബോള, അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. LBയിലാണ് നമുക്ക് എല്ലാം മേടിക്കാൻ കിട്ടുക. അതായത് 460 സംതിങ് ഗ്രാംസ് 1 LB. അപ്പോൾ അങ്ങനത്തെ മൈൻഡിലാണ് പോകണം. നമുക്ക് ആ കിലോഗ്രാം മൈൻഡ് നമ്മൾ മാറ്റിക്കൊള്ളണം. പിന്നെ ഗാലൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗാലൻ എന്ന് പറയുന്നത് 3.7 സംതിങ് ആണ്, ലിറ്റേഴ്സാണ് ഒരു ഗാലൻ. അതുപോലെ തന്നെ ഒരു ചെറിയ നമ്മുടെ മില്ലി ലിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവമാണ് ഔൺസ്. നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടിൽ ഒരു ഔൺസ് വെള്ളം എടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു ഔൺസ് എന്ന് പറയുന്നത് ഏകദേശം 29.67 മില്ലി ലിറ്റേഴ്സാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഭവം തന്നെ വെയിറ്റിലും ഒരു ഔൺസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ചിപ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ 14 ഔൺസ് ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കിട്ടുക. അപ്പോൾ ചിപ്സിൽ എന്ന് പറയുന്നത് ഔൺസ് എന്ന് പറയുന്നത് 28.35 ഗ്രാംസാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ഔൺസ് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ബീഫിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ളൊരു ടിപ്പാണ്. ഇവിടെ ബീഫ്, പോർക്കൊക്കെ മേടിക്കാൻ കിട്ടുന്നത് നമ്മൾ ഇറച്ചി പാക്ക്ഡാണ് എല്ലാം കിട്ടുന്നത്. ഇവിടെ ഫുള്ളും ആ പാർട്ട്, ഏത് പാർട്ട് വേണം അതാണ് അവർ മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചങ്ക് റോസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ടാവും, റിബ്സിൻ്റെ പാർട്ട്, അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബീഫിൻ്റെ ഒക്കെ ആണെങ്കിൽ ചങ്ക്, റിബ്, ലയൺ, ഫ്ലാങ്ക്, പ്ലേറ്റ്, ബ്രിസ്ക്കറ്റ്, ഷാങ്ക്, അങ്ങനെ പല പല കഷ്ണങ്ങൾ. നമ്മുടെ ആ പോത്തിൻ്റെ ഏത് ഭാഗമാണോ ആ ഭാഗത്തെയാണ് അവർ അങ്ങനെ പേരിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആ പീസ് മാത്രമായിരിക്കും അത് കിട്ടുക നമുക്ക്. ചിലവർക്ക് ഓരോ പീസിന് ഫേവറേറ്റ്സ് ആയിരിക്കും. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇതെങ്ങനെ ഏത് കഷ്ണം മേടിച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റാമെന്ന്, നമ്മുടെ നാട്ടിലെ പോലത്തെ ടേസ്റ്റ് കിട്ടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പൊതുവേ ആയിരിക്കും ചങ്ക് റോസ്റ്റ് പറഞ്ഞ പീസാണ് മേടിക്കാറ്. നമ്മുടെ ഇവിടെ പൊതുവെ മലയാളീസ് എടുത്ത് വെച്ചപ്പോൾ അവരും നമുക്ക് സജസ്റ്റ് ചെയ്ത പീസ് അതാണ്. പോർക്കിനും ഇതുപോലെ തന്നെ പല ഭാഗങ്ങളുണ്ട്, അത് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യാം. അതുപോലെ പാർട്ടുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ പോർക്കും ബീഫും നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് എല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, നാട്ടിലത്തെ വികാരമൊന്നും കിട്ടില്ല, എല്ലാം ഒരേ ടേസ്റ്റാണ്. ചിക്കൻ അതായത് നമുക്ക് പാർട്ടായിട്ട് കിട്ടും, കാല് മാത്രമായിട്ട്, ബ്രസ്റ്റ് മാത്രമായിട്ട്, ബാക്കി കഷ്ണങ്ങളായിട്ട് എല്ലാം കിട്ടും, വേറെ വേറെ ആയിട്ടൊക്കെ കിട്ടും. അതും ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ഈ പെട്ടെന്ന് വെന്തു പോവും, പൊടിഞ്ഞു പോവും, അതുപോലത്തെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട, പതുക്കെ പതുക്കെ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുക, പെട്ടെന്ന് വെന്തു പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേസിക് അനുഭവങ്ങൾ ഈ ഇത്രയും നാളത്തിലുണ്ടായത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ കമൻറ്റിൽ പിൻ ചെയ്തിടാം. എന്തെങ്കിലും പുതിയൊരു എന്തെങ്കിലും അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പിൻ ചെയ്തിടാം ഫസ്റ്റത്തെ കമൻറ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.